BJP മുൻ അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയുമായ രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ് കൈക്കൂലി വാങ്ങിയെന്ന വാർത്ത BJP വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് പുറത്തുവന്നതെന്നാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയത്. പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ല, BJP തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്നതായിരുന്നു ഇതേക്കുറിച്ച് കോൺഗ്രസും പ്രതികരിച്ചത്. കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന രാജ്നാഥ് സിംഗിന്റെ അധികാരപരിധിയിൽ പ്രധാനമന്ത്രി ഇടപെടുന്നുവെന്ന് കുറച്ചുകാലമായി ഉയർന്നു കേൾക്കുന്ന ആരോപണമാണ്. മന്ത്രിസഭയിൽ രണ്ടാമൻ എന്ന നിലയിൽ നരേന്ദ്രമോദി ചർച്ചകൾ നടത്തുന്നത് മറ്റൊരു മുതിർന്ന മന്ത്രിയോടാണ് എന്നതാണ് ആരോപണങ്ങളുടെ അടിസ്ഥാനം. പാർട്ടിയുടെ മറ്റൊരു മുൻ അധ്യക്ഷൻ തന്റെ വീട്ടിൽ പ്രധാനമന്ത്രിയുടെ അറിവോടെ രഹസ്യ നിരീക്ഷണം നടത്തിയതായി പല മാധ്യമപ്രവർത്തകരെയും അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് സദാനന്ദ് ഗൌഡയുടെ മകനെതിരെയുള്ള ആരോപണം ദേശീയ ശ്രദ്ധയാകർഷിച്ചത്. ഈ ആരോപണത്തിന് പിന്നിലും BJPക്കകത്തുള്ള നേതാക്കളാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൽ പലരും കരുതുന്നത്. എന്നാൽ ഇരു നേതാക്കളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് തൽക്കാലം BJP കൈക്കൊള്ളുന്നത്. രാജസ്ഥാനിൽ ഒരു ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായ നിഹിർചന്ദ് മേഘ്വാൾ ഇപ്പോഴും കേന്ദ്ര രാസവളം വകുപ്പ് സഹമന്ത്രിയായി തുടരുകയാണ്. മുസഫർനഗർ കലാപക്കേസിൽ കുറ്റപത്രത്തിൽ പേരുള്ള സഞ്ജീവ് ബാലിയാകട്ടെ കേന്ദ്ര കൃഷി സഹമന്ത്രിയുമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിപുത്രന്മാർക്കെതിരെ പാർട്ടിക്ക് അകത്തും പുറത്തും ഉയരുന്ന ആരോപണങ്ങൾ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ല, നേതൃത്വത്തിന് അപ്രീതിയുണ്ടാക്കിയവർക്കെതിരെയുള്ള താക്കീതായാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കരുതുന്നത്. D. ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി.